KPC ആസ്ഥാനം കേരളത്തിന്റെ രാഷ്ട്രീയ ശ്രദ്ധയിലേക്ക് വരികയാണ്. ആരാണ് അടുത്ത മുഖ്യമന്ത്രി എന്നതിൽ നിർണായകമായ ചില ചർച്ചകൾ അവിടെ പുരോഗമിക്കുന്നു. അവരുടെ മുഖ്യമന്ത്രി പദത്തിനായി പിന്തുണ ഉറപ്പിക്കാനുള്ള നേതാക്കളുടെ തീവ്ര ശ്രമത്തിനിടെ KPC ആസ്ഥാനത്ത് നിയുക്ത MLA-മാരുടെ നിർണായക യോഗം ചേരുന്നു. നേരത്തെ താജു വേന്തലായിരുന്നു, അജയ് മാക്കനടക്കം, മുകുൾ വാസ്നികടക്കം, ദീപാദാസ് മുൻഷി അടക്കം AIC നിരീക്ഷകർ ഇപ്പോൾ KPC ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. MLA-മാരുമായി 1-to-1 ചർച്ചയാണ് ഉണ്ടാവുക എന്ന കാര്യം നമുക്കറിയില്ല. അവിടെ യോഗം തുടങ്ങിയിട്ടുണ്ട്. ആർ ശ്രീത്ത് അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചു. ശ്രീത്ത്, അധികം വൈകാതെ തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിന് നിർണായകമാണ്. അത്രത്തോളം വലിയ ജനവിധിയോട് അത് ജനവിധിയെ ബഹുമാനിക്കലാണ്. അതിൽ അധികം ഈ പറയുന്ന സോക്കോൾഡ് അലമ്പ് എന്ന വാക്ക് ആരും പ്രയോഗിക്കാത്ത രീതിയിൽ തീരുമാനത്തിലേക്ക് എത്തുക എന്ന കാര്യം, അതിലേക്ക് എപ്പം എത്തുമെന്ന് പ്രതീക്ഷിക്കണം. ശ്രീജിത്ത്, ഏത് രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? ആർക്കാണ് ആ ചർച്ചകളിൽ മുൻതൂക്കം, മേൽക്കൈ? ഹാഷ്മി, കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗമാണ് ഇപ്പോൾ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടക്കാൻ പോകുന്നത്. ആദ്യം MLA-മാരുടെ കൂട്ടായ യോഗം വിളിക്കും. അപ്പോൾ തങ്ങളുടെ പിന്തുണ അല്ലെങ്കിൽ തങ്ങളുടെ അഭിപ്രായം അറിയിക്കേണ്ടത് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ MLA-മാരുടെ അഭിപ്രായം ഈ നിരീക്ഷകരായി എത്തിയ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും തേടും. അതിനുശേഷമായിരിക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണണമോ അതോ കൂട്ടായി കണ്ടാൽ മതിയോ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് AICC നിരീക്ഷകർ എത്താൻ പോകുന്നത്. നേരത്തെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അജയ് മാക്കനോട് ഞാൻ തന്നെ ആ ചോദ്യം ചോദിച്ചിരുന്നു, നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണോ ആളുകളെ കാണുന്നത് അതോ പൊതുവായി കാണുകയാണോ? അപ്പോൾ അജയ് മാക്കൻ നൽകിയ മറുപടി തന്നെ ഇവിടെ വന്ന ശേഷം തീരുമാനിക്കുമെന്നാണ്. അതായത് MLA-മാർക്ക് താല്പര്യം എങ്ങനെയാണ് തങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ എന്നുള്ളത് ആദ്യം ആരായും, അതിനുശേഷമായിരിക്കും പ്രൈവറ്റ് മീറ്റിംഗ് ആണോ അതോ പൊതുവായി മീറ്റിംഗിൽ കൈപൊക്കലാണോ എന്നുള്ള കാര്യം അറിയേണ്ടത്. കോൺഗ്രസിൻ്റെ 63 MLA-മാരെയാണ് ഇവിടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നത് അവരിൽ അർപ്പിതമായ കടമയാണ്. കാരണം അവരുടെ നേതാവിനെ നിശ്ചയിക്കേണ്ടത് MLA-മാരുടെ പിന്തുണ അനുസരിച്ചാണ്. അങ്ങനെ 3 പ്രധാനപ്പെട്ട പേരുകൾ ചർച്ച ചെയ്യുന്നു. KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല. MLA-മാരുടെ പിന്തുണ ആർക്കാണെന്ന കാര്യം അറിയാം. ഈ MLA-മാരുടെ പിന്തുണ ആർക്കാണെന്ന വിവരം, ഒപ്പം തന്നെ നേതാക്കന്മാരെയും ഘടകകക്ഷികളുടെ അഭിപ്രായം, ഇതെല്ലാം കൂടി സമാഹരിച്ച് AICC നിരീക്ഷകർ ഡൽഹിയിലെത്തും. അതിനുശേഷമായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. ഇവിടെ AICC നിരീക്ഷകർക്ക് തങ്ങളുടെ അഭിപ്രായം വ്യക്തമാക്കാനുള്ള അവകാശമില്ല. MLA-മാരുടെ അഭിപ്രായം അറിയുക, നേതാക്കന്മാരുടെ അഭിപ്രായം അറിയുക, ഘടകകക്ഷികളുടെ അഭിപ്രായം അറിയുക, ഇത് റിപ്പോർട്ടായി ഹൈക്കമാൻഡിന് കൈമാറുകയും ഹൈക്കമാൻഡ് ആയിരിക്കും എല്ലാ ഘടകങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് വരിക. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും 10-ാം തീയതി കഴിഞ്ഞ് സത്യപ്രതിജ്ഞ നടത്താനുള്ള ക്രമീകരണങ്ങളാണ് UDF-ഉം കോൺഗ്രസും ആലോചിക്കുന്നത്. 3 പേരും ആ ഫ്രൈയിലുണ്ട്. 3 പേരും മത്സരരംഗത്തുണ്ട്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. 3 പേരും മുഖ്യമന്ത്രി പദം ഉറപ്പിക്കാൻ നടത്തുന്ന നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? ശ്രീത്ത്, ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് MLA-മാരെ കാണണം എന്ന നിലപാടിൽ VD സതീശൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഒറ്റയ്ക്കൊറ്റയ്ക്ക് MLA-മാരെ കാണണമെന്ന നിലപാടിൽ ഈ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അടക്കം അഭിപ്രായമുണ്ട്. കാരണം കൂട്ടായി ആണെങ്കിൽ അവിടെ ഗ്രൂപ്പ് മാനേജർമാരുണ്ട്, മറ്റാളുകൾ ശ്രദ്ധിക്കും. അപ്പോൾ നേതാക്കന്മാർ, ഈ MLA പുതുതായി ജയിച്ചു വന്ന MLA-മാർ, ആദ്യമായി വരുന്ന പുതുമുഖങ്ങൾക്കൊക്കെ അവരുടെ അഭിപ്രായം സ്വതന്ത്രമായും നിർഭയമായും രേഖപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകില്ല എന്ന ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണണം. അതുതന്നെയാണ് പതിവ്. 2004-ൽ AK ആന്റണി രാജിവെച്ച ശേഷം അന്ന് കേരളത്തിൽ നിരീക്ഷകരായി എത്തിയത്, പിന്നീട് കേരളത്തിൽ ഗവർണറായി വന്ന RS ഗവായിയും മാർഗരറ്റ് ആൽവയുമായിരുന്നു. അന്ന് തൈക്കാട് ഗസ്റ്റ് ഹൗസിലെ 1-ാം നമ്പർ മുറിയിൽ വെച്ചായിരുന്നു MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് അന്നും കണ്ടത്. അപ്പോൾ MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്ന ഒരു രീതി ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് പണ്ട് തന്നെയുണ്ട്. ആ രീതി തന്നെ ഇവിടെയും അവലംബിക്കാനാണ് സാധ്യത. അപ്പോൾ MLA-മാർക്ക് തങ്ങളുടെ പിന്തുണ ആർക്കാണെന്ന കാര്യം സ്വതന്ത്രവും നിർഭയവുമായി പറയാൻ കഴിയും. അതിനുള്ള വേദി ഒരുക്കുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നീട് പൊതുവായി അവരുടെ ഭൂരിപക്ഷം ഇത്രയും MLA-മാരാണ് ഈ നേതാവിനെ പിന്തുണച്ചിരിക്കുന്നത്, ഈ നേതാവിന് ഇത്ര പിന്തുണയുണ്ട് എന്ന കാര്യവും നിയമസഭാകക്ഷി അറിയിക്കാനായി അവസാനം പൊതുവായ യോഗം ചേരാനും സാധ്യതയുണ്ട്. ഹാഷ്മി, ശ്രീത്ത്, ഇതിപ്പോൾ നിയമസഭാകക്ഷി യോഗത്തിന് ശേഷം നിരീക്ഷകർ MLA-മാരിൽ സ്വതന്ത്ര അഭിപ്രായം തേടാൻ പോകുന്നു. ഭൂരിപക്ഷം പേര് പിന്തുണയ്ക്കുന്ന ആരെ എന്ന കാര്യം ഇന്ന് രാത്രിയോടെ ഹൈക്കമാൻഡ് റിപ്പോർട്ട് നൽകാൻ പോകുന്നു. ഈ പറയുന്ന MLA-മാരുടെ തലയെണ്ണം മാത്രമാകുമോ കേരളത്തിനടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിൽ ഹൈക്കമാൻഡ് കാണുന്ന മാനദണ്ഡം? ശ്രീത്, ഹാഷ്മി, MLA-മാരുടെ പിന്തുണ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ട് മാനദണ്ഡങ്ങളാണ് ഈ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഹൈക്കമാൻഡ് അവലംബിക്കാറുള്ളത്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം അതുതന്നെയാണ്. അതായത് MLA-മാർ നിയമസഭാ കക്ഷിയിൽ ഏത് നേതാവിനാണ് പിന്തുണ, അതൊരു പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. മറ്റൊന്ന്, അതായത് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ, കോൺഗ്രസിന്റെ നയങ്ങൾ നടപ്പിലാക്കാൻ ശക്തമായി ഇടപെടാൻ
നടത്താൻ കഴിയുന്ന ആളാണോ? മറ്റ് ഘടകകക്ഷികളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? എല്ലാവരെയും എല്ലാ കക്ഷികളെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഒരു മികച്ച ഭരണം കാഴ്ചവെക്കാനുള്ള പരിചയസമ്പത്തുണ്ടോ? ഈ ഘടകങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. അതിൽ തന്നെ MLA-മാരുടെ പിന്തുണ ഒരു നിർണായക ഘടകമാണ്. കാരണം കൊച്ചി കോർപ്പറേഷൻ ആണെങ്കിലും ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പിലടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ നേരത്തെയും മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചപ്പോഴൊക്കെ തന്നെ ഉള്ള തീരുമാനം വന്നത് അങ്ങനെയാണ്. അപ്പോൾ MLA-മാരുടെ പിന്തുണ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എന്നത് വസ്തുതയാണ്. ആർഷിത്താണ് KPC ആസ്ഥാനത്തെ AIC നിരീക്ഷണം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നിയമസഭാ യോഗം തുടങ്ങിയിരിക്കുന്നു. നിയമസഭാ യോഗം ഒരുപക്ഷെ ആര് മുഖ്യമന്ത്രി എന്ന കാര്യം ഹൈക്കമാൻഡ് ആ തീരുമാനം വിട്ടുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തും. അതിനുശേഷം MLA-മാരുടെ നിലപാട് കേൾക്കാൻ പോകുന്നു. ഹൈക്കമാൻഡിനെ അറിയിക്കാൻ പോകുന്നു ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണ ആർക്കുന്ന കാര്യം. ഘടകകക്ഷികളെ കേൾക്കാൻ പോകുന്നു. ഘടകകക്ഷികളെ കേൾക്കുമ്പോഴും അത് പ്രസക്തമാണ്. ഈ പറയുന്ന രീതിയിൽ തലയെണ്ണത്തിനപ്പുറം ഈ ഘടകകക്ഷികളുടെ നിലപാട് ആർക്കൊപ്പം, അത് ലീഗ് മാത്രമല്ല ബാക്കി ഘടകകക്ഷികളുണ്ട്, ആർക്കൊപ്പം എന്ന നിലപാട് അവിടെ നിർണായകമാണ്. വിനേഷ് കുമാർ കൂടിച്ചിരുന്നു. വിനേഷ്, ഇപ്പം കോൺഗ്രസിന്റെ ആഭ്യന്തരകാലം ഇടപെടുന്നത് ശരിയല്ല എന്ന് മാത്യു പറയുമ്പോഴും ഉറപ്പായും നമുക്കറിയാം UDF-ൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി ലീഗിനൊരു സേ അവിടെയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ലീഗ് നിലപാട് പ്രത്യക്ഷമായി VD സതീശൻ എന്ന കാര്യം അവർ പറയുന്നുണ്ടോ? ഏത് ഘട്ടത്തിൽ ഹൈക്കമാൻഡ് അത് അറിയിക്കാനാണ് ലീഗിന്റെ തീരുമാനം? എന്തുകൊണ്ട് ആ ഒരു VD പിന്തുണ എന്നുള്ളതാണ് ലീഗ് വൃത്തങ്ങൾ പറയുന്നത്? വിനേഷ്. കാശ്മി, നമുക്കറിയാം ലീഗ് മുമ്പും പരോക്ഷമായി അത്തരത്തിലൊരു സൂചന നൽകിയിരുന്നു. അതായത് VD സതീശന്റെ കഴിഞ്ഞ 5 വർഷത്തെ പോരാട്ടം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ഒരു നിലയിലേക്ക് UDF-നെ എത്തിച്ച് ഇത്രയും വലിയ മൃഗീയമായ ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചതിലെല്ലാം തന്നെ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ ഫീൽഡിലുള്ള ഇടപെടൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതിനോട് യോജിപ്പില്ല. മാത്രമല്ല, ഈ ഒരു മതേതര ചേരിയിൽ വളരെ കൃത്യമായി അടിയുറച്ചു നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. ജാതി സംഘടനകളാണെങ്കിലും മറ്റുള്ള സമുദായ ആചാര്യന്മാരാണെങ്കിലും അവരുടെ ഭാഗത്ത് ശരികേടുണ്ടെങ്കിൽ അത് തുറന്നു പറയുന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നുള്ള നിലപാട് തന്നെയാണ് ഘടകകക്ഷികൾക്കുള്ളത്. മുസ്ലിം ലീഗിന് മാത്രമല്ല മറ്റുള്ള ഘടകകക്ഷികളും ഇതേ നിലപാടിലേക്ക് തന്നെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും മുസ്ലിം ലീഗ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഇന്നിപ്പോൾ ഈ ഘടകകക്ഷികളെ കേൾക്കാൻ ഈ ഹൈക്കമാൻഡ് നിരീക്ഷകർ തയ്യാറായിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി അല്പസമയത്തിനകം 2:50 ഇവിടെ എത്തുന്ന വന്ദേ ഭാരതിൽ PK കുഞ്ഞാലിക്കുട്ടി എത്തും. PMA സലാം 2 ദിവസമായി തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഘടകകക്ഷി നേതാക്കൾ, പ്രത്യേകിച്ച് ജോസഫ് ഗ്രൂപ്പിന്റെ നേതാക്കളുമായെല്ലാം തന്നെ മുസ്ലിം ലീഗ് ബന്ധപ്പെടുകയും VD സതീശൻ അനുകൂലമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന ഒരു വിവരം. എന്തായാലും കുഞ്ഞാലിക്കുട്ടി എത്തിയതിന് ശേഷം വൈകുന്നേരമായിരിക്കും ഇത്തരത്തിലുള്ള ഈ നിയമസഭാ സമ്മേളനം ഇത് കഴിഞ്ഞതിന് ശേഷം, നിയമസഭാ കക്ഷി സമ്മേളനം കഴിഞ്ഞതിന് ശേഷം MLA-മാരുടെ ഇതറിയൂ, MLA-മാർ ആർക്കൊപ്പം എന്നുള്ളത് അറിഞ്ഞതിന് ശേഷമായിരിക്കും ഘടകകക്ഷികളെ കേൾക്കാൻ തയ്യാറാകുക. എന്തായാലും വളരെ കൃത്യമായി തന്നെ മുസ്ലിം ലീഗ് VD-സിനൊപ്പം നിൽക്കുക, VD സതീശനൊപ്പം നിൽക്കുക എന്നുള്ള നിലപാട് തന്നെയാവും സ്വീകരിക്കുക. കാശ്മീർ. ഓക്കെ, വിനേഷ് കുമാറാണ് ലീഗ് നിലപാട് അക്കാര്യങ്ങൾ പറഞ്ഞത്. ഈ പറയുന്ന ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോൾ പോലും 85,000 കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം. MLA-മാരുടെ ഭൂരിപക്ഷം അത്രത്തോളം വലുതുണ്ട്. മാത്രമല്ല ലീഗ് UDF പോലെ ഒരു മുന്നണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഘടകകക്ഷികൾക്ക് നിലപാടുള്ള കാര്യം പോയ കാലങ്ങളിലും അത് വളരെ എവിഡൻ്റ് ആയിരുന്നു. ലീഗിന് നിലപാടുണ്ട്. ആ നിലപാട് അവർ ഹൈക്കമാൻഡിനെ അറിയിക്കാൻ പോകുന്നു. ആ നിലപാട് ഒരു പക്ഷേ VD-ക്ക് അനുകൂലം എന്നുള്ളതാണ് അറിയാനും കഴിയുന്നത്. അതിന് അവർ പറയുന്ന കാരണം പോയ 5 വർഷം അധ്വാനിച്ച ഒരാളെ മാറ്റി നിർത്തരുത് എന്നുള്ളതാണ് ലീഗിന്റെ നിലപാടെന്ന നിലയ്ക്കാണ്. എന്തായാലും അത് കോൺഗ്രസിന്റെ കാര്യമാണ്. കോൺഗ്രസ് അന്തിമമായി തീരുമാനിക്കട്ടെ, അധികം വൈകാതിരിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.